ഹായ്, ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്ട്രേഷന് ശേഷമുള്ള കംപ്ലയൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കംപ്ലയൻസസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ പ്രൊസീജിയേഴ്സും ഈ റെഗുലേഷൻസും കംപ്ലയൻസസും ഫയലിങ്സ് ഒന്നും ചെയ്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഫൈനും പെനാൽറ്റീസും കോംപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും. സോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്തൊക്കെ കംപ്ലയൻസസ് ആണ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ നമ്മൾ ചെയ്തു പോകേണ്ടത് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം 1 by 1 ആയിട്ട് പറയാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുത്തിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള രജിസ്ട്രേഷൻ അഡ്രസ്സിൻ്റെ പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ INC 22 എന്ന ഫോം വഴി MC-യിലേക്ക് ഇത് സബ്മിറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്തൊക്കെയായിരിക്കും ആഫ്റ്റർ എഫക്റ്റ്? ഒന്ന്, ഇതിന് ഒരു 5,000 വരെ പെനാൽറ്റി വരുമെന്നുള്ളത് ഒരു കേസാണെങ്കിലും, മറ്റൊരു കേസ് ഈ ഫോം ഫയൽ ചെയ്താൽ മാത്രമേ മറ്റേ ഏതൊരു ഫോംസോ റിട്ടേൺസോ കാര്യങ്ങളോ നിങ്ങൾക്ക് MC-യിലേക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യം ആദ്യം ശ്രദ്ധിക്കുക. നിങ്ങൾ അഡ്രസ് പ്രൂഫ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, അതോ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വെച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം? നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കമൻസ്മെൻറ്റ് ഓഫ് ഫയലിംഗ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന ഫയലിംഗ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യണം. ഇതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 6 മന്തിനുള്ളിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഈ ഫോംസ് MC-യിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എന്താണ് ഈ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്? നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാപിറ്റൽ, നിങ്ങൾ എന്താണോ മെമ്മറാണ്ടത്തിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ ഉണ്ടല്ലോ, ആ ക്യാപിറ്റൽ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, സപ്പോസ് 1 lakh ആണ് ക്യാപിറ്റൽ എന്ന് വിചാരിക്കും കമ്പനിയുടെ. ആ 1 lakh 2 പേരാണുള്ളത്, 50,000 ആണെങ്കിൽ അവരവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ഫയൽ ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഫണ്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ് ഈ കമൻസ്മെൻറ്റ് ഓഫ് ഫയലിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? എല്ലാ കമ്പനീസും കമൻസ്മെൻറ്റ് എന്നുള്ള ഫോം നിർബന്ധമായിട്ടും ഫയൽ ഇത് ചെയ്തില്ല എങ്കിൽ എന്നുള്ള ഒരു പെനാൽറ്റീസ് എന്ന് പറയുന്നത്, അതും ഇതേ പറഞ്ഞതുപോലെ തന്നെ 5,600ഓളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പെനാൽറ്റി ആയിട്ട് വരാം. അതുപോലെ തന്നെ എത്രത്തോളം ടൈം ലിമിറ്റ് വൈകിക്കുന്നോ അതനുസരിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ പെനാൽറ്റിയുടെ ഇത് കുറയാം, അല്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടിപ്പോകാം. സോ അത് മാത്രമല്ല, മേ ബി ഈ രജിസ്റ്റർ ഓഫ് കമ്പനി നിങ്ങൾക്ക് നോട്ടീസ് അയക്കാം. ഓരോ ഡയറക്ടേഴ്സും മേ ബി 50,000ഓളം ഫൈന് പേ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതും ചില എക്സെപ്ഷൻ കേസസിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതൊക്കെ ഡിസ്ക്രിമിനേറ്റ് പവറാണ്. ചിലർ അയക്കാതിരിക്കാം, വട്ടെവർ. പക്ഷേ ഈ കമൻസ്മെൻറ്റ് ഓഫ് ഫോം ഫയൽ ചെയ്താൽ മാത്രമുള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അതുപോലെ തന്നെ മറ്റേ ഏതൊരു റിട്ടേൺസോ ഫോംസോ MC-യിലേക്ക് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇനീഷ്യലി ഈ കമൻസ്മെൻറ്റ് ഓഫ് ഫയലിംഗ് നിർബന്ധമായിട്ട് ചെയ്യണം. ഈവൻ എത്രത്തോളം എന്ന് പറയുന്നത്, നിങ്ങൾ കമ്പനി ക്ലോസ് ചെയ്യണമെങ്കിൽ പോലും കമൻസ്മെൻറ്റ് ഫയൽ ചെയ്തിട്ടേ ക്ലോസിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന ഫയലിംഗ്. അപ്പോൾ ഈ കാര്യം നിർബന്ധമായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വൺസ് ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ് അപ്പോയിൻമെൻറ്റ് എന്നുള്ള കാര്യം. ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് എന്നുള്ളത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യാം. ഒരു ബോർഡ് റെസൊല്യൂഷനൊക്കെ പാസ് ചെയ്ത് ഓഡിറ്റർ ആരാണ് വേണ്ടത് എന്നുള്ളത് ഇനീഷ്യലി നിശ്ചയിച്ചിട്ട് ആ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻ്റെ ഫോംസ് MC-യിലേക്ക് സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജും കൂടുന്ന സമയത്താണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും റെസ്പെക്റ്റീവ് ഓഫ് എത്രത്തോളം ടേൺ ഓവറോ കാര്യങ്ങളോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യണം. ഇനി അടുത്ത കാര്യം KYC ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. എന്താണ് KYC ഫയലിംഗ്? എല്ലാ ഡയറക്ടേഴ്സും എല്ലാ വർഷവും ഒരു സെപ്റ്റംബറിന് മുമ്പായിട്ട് അവരവരുടെ ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ് കാര്യങ്ങൾ എല്ലാം, അതുപോലെ തന്നെ ഫോൺ നമ്പർ, മെയിൽ ID എല്ലാം വെച്ച് OTP വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ KYC MC-യിലേക്ക് നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ KYC സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ DIN നമ്പർ വാലിഡ് ആയിട്ട് നിലനിൽക്കുകയുള്ളൂ. സസ്പെൻഡ് ചെയ്യാതെ DIN നമ്പർ നിലനിർത്തണമെങ്കിൽ നിർബന്ധമായിട്ടും KYC ഫയൽ ചെയ്യണം. ഇതൊരു പർട്ടിക്കുലർ ഒരു കമ്പനിയിൽ നിങ്ങൾ പല കമ്പനിയിലെ ഡയറക്ടർ ആണെങ്കിൽ പോലും ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം? KYC നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. ഇനി ഇങ്ങനെ KYC ഫയൽ ചെയ്യാതെ വിട്ടുപോയി കഴിഞ്ഞാൽ
$5,000 ഓരോ ഡയറക്ടേഴ്സും പെനാൽറ്റി പേ ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കേസസിൽ എന്ത് കാര്യങ്ങൾ നമ്മളൊന്ന് മിസ് ചെയ്തു പോയാൽ, അറിയാതെ പോയാലും, അതൊരു നോളജ് ഇല്ല എന്ന് പറഞ്ഞു പോയാലും അത് തിരുത്താൻ വേറെ വഴികളൊന്നുമില്ല. പെനാൽറ്റി പേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു വഴി. കാരണം ഇതെല്ലാം സിസ്റ്റം ഓറിയൻറ്റഡ് ആണ്. സോ എത്രയാണോ പെനാൽറ്റി വരുന്നത് ആ പെനാൽറ്റി പേ ചെയ്ത് അതിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു വഴി എന്നുള്ളത്. സോ എല്ലാ ഡേറ്റുകളും കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. എന്തൊക്കെ കംപ്ലയിൻസസ് ഉണ്ട് എന്നറിഞ്ഞു വയ്ക്കുക. ഇതൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് എല്ലാ ബിസിനസ് എൻ്റർപ്രണേഴ്സിൻ്റെയും ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ മാർച്ച് 31 വരെയുള്ള ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളത് മറ്റൊരു നിർബന്ധമായിട്ടുള്ള കേസസ്. അത് ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് അക്കൗണ്ട്സൊക്കെ ഫൈനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ടാക്സസ് എത്രയാണ് വരുന്നത് നോക്കിയിട്ട് ആ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കേസാണ് എല്ലാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും. അതുപോലെ തന്നെയാണ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫൈന് വരാം, നോട്ടീസ് വരാം. സോ ഇത് നിർബന്ധമായിട്ട്. ഇനി ഇൻകം ടാക്സ് ഫയൽ ചെയ്തുകൊണ്ട് മാത്രമായില്ല, ആ ഇൻകം ടാക്സ് ഫയൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാലൻസ് ഷീറ്റും കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ഡയറക്ടേഴ്സ് റിപ്പോർട്ട്, AGMൻ്റെ നോട്ടീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? AOC 4 MGT 7 എന്നീ ഫോമുകൾ വഴി MCAയിലേക്ക് സബ്മിറ്റ് ചെയ്യൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ 2 ഫോംസ് സബ്മിറ്റ് ചെയ്യാതെ വിടാം. പലരും അത് ശ്രദ്ധിക്കില്ല, ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, റിട്ടേൺ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ 2 ഫോംസും ROCയിലേക്ക് സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ ഡെയിലി നിങ്ങൾക്ക് എന്താവും? ₹100 ഫൈൻ വെച്ച്, അതായത് എന്നാണോ AGM കണ്ടക്ട് ചെയ്ത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഒരു ഫോമും മറ്റൊരു MGT 7 എന്ന ഫോം വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഫയൽ ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പെർ ഡേ ആണ് ₹100 ഫൈൻ വരുന്നത്. മേ ബി നിങ്ങൾ 3-4 മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു 6 മന്ത്സോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ആണ് ഇത് ശ്രദ്ധിക്കുന്നതെങ്കിൽ വലിയൊരു ഫൈന് തന്നെ വന്നിട്ടുണ്ടാവും. പെർ ഡേ ₹100 വെച്ച് ഈച്ച് ഫോം വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈ ഫോംസ് ഫയൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ചലാൻ റിസീവ് ആയിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുക എന്നുള്ളതും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും ഒരിക്കലും വിട്ടു പോകാനേ പാടില്ലാത്ത കുറേ ഫയലിങ്സുകളാണ് ഈ പറഞ്ഞ ആനുവൽ റിട്ടേൺ ഫയലിംഗ്. സപ്പോസ് ആനുവൽ റിട്ടേൺ ഫയലിംഗ് ചെയ്തില്ലെങ്കിൽ ഇത്രത്തോളം പെനാൽറ്റി മാത്രമല്ല, മേ ബി ഈ രജിസ്റ്റർ ഓഫ് കമ്പനീസ് കുറേ വർഷം ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാത്ത കമ്പനീസൊക്കെ എടുത്തിട്ട് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് അവർ തന്നെ കമ്പനി ക്ലോസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സോ ഈ റിട്ടേൺ ഫയലിംഗ് കൃത്യമായി നോക്കിയിട്ട് അത് ഫയൽ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. മാത്രമല്ല ഇതുകൂടാതെ ഫയലിങ്ങിലേക്ക് GST ഉണ്ടാകാൻ നിങ്ങൾക്ക് കമ്പനിക്ക് GST ഉള്ള കമ്പനീസ് ആണെങ്കിൽ GST റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്യണം. അതിനും ഫൈൻ ഉണ്ട്. TDS ഉണ്ടെങ്കിൽ TDS ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ സപ്പോസ് ഫുഡ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ FSSI പോലുള്ള ഇതിനൊക്കെ ആനുവൽ റിട്ടേൺ ഉണ്ട്. അത് ചെയ്തില്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേപോലെ ₹100 ഫൈൻ വരുന്നതാണ് കേസസ്. സോ അങ്ങനത്തെ എല്ലാ ഫയലിങ്ങും ഒരു കമ്പനി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണോ റിന്യൂവൽസ് ചെയ്യാനുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഇപ്പോൾ FSSIൻ്റെ ഒക്കെ നിങ്ങൾ റിന്യൂവൽ ചെയ്യാൻ വിട്ടു എന്ന് വിചാരിക്കും. സപ്പോസ് ഒരു സെൻട്രൽ ലൈസൻസ് ആണ് എടുത്തിരിക്കുന്നത്, എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. ഒരു അറൗണ്ട് ഒരു ₹9,000 വരും അതിൻ്റെ ഫീസ്. നിങ്ങൾ ആ ഒരു ദിവസം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ 3 ടൈംസും പ്ലസ് GST ഒരു ₹36,000 ആയിരിക്കും എന്ത് വരുന്നത്, പെനാൽറ്റി ആയിട്ട് വരുന്നത് FSSIയിലേക്ക്. സോ ഇങ്ങനത്തെ ഫയലിംഗ് ഒന്നും മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം. അത് കൂടാതെ തന്നെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് എന്ത് ചെയ്യണം? മിനിറ്റ്സ്, അതായത് എല്ലാ വർഷവും ബോർഡ് മീറ്റിംഗ്സ് മിനിമം 4 മീറ്റിംഗെങ്കിലും ചേരുക. അതുപോലെ തന്നെ ഈ മിനിറ്റ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. സപ്പോസ് EGM ഉണ്ടെങ്കിൽ EGMൻ്റെ, AGMൻ്റെ ഈ മിനിറ്റ്സ് എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. നാളെ എന്തെങ്കിലും തരത്തിലൊരു ലീഗൽ കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ ഈ മിനിറ്റ്സ് ആയിരിക്കും നമുക്ക് കോടതിയിൽ കൊണ്ടുപോയി വെക്കേണ്ടത്. സോ അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ആരൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ലോൺസോ രജിസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ എന്ത് ചെയ്യും? മെമ്പേഴ്സ് ആരെങ്കിലാണ്, എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ രജിസ്റ്ററിൽ സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഷെയർ സർട്ടിഫിക്കറ്റ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കൃത്യമായിട്ട് ഷെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഇത് കൂടാതെ മറ്റ് ഒരുപാട് ഫയലിങ്സ്, മേ ബി നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫയൽ ചെയ്തില്ലെങ്കിൽ, അത് ടൈം ലിമിറ്റിനുള്ളിൽ ഫയൽ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് വളരെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നുണ്ട്. സോ ഈ ഫയലിങ്, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിലോ പുറത്തുനിന്ന്, അതുപോലെ MSMEയിൽ ഉള്ള കമ്പനീസിന് ആർക്കെങ്കിലും പേയ്മെൻറ്റ് പെൻഡിങ് ഉണ്ടെങ്കിൽ ഫോംസ് ഫയലിംഗ്, ഇങ്ങനെ ഒരുപാട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫയലിംഗ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ
ഇതൊക്കെ വളരെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കംപ്ലയൻസസ് ചെയ്തു പോവുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓപ്പൺ ചെയ്യാതിരിക്കുക. പിന്നെയും ബെറ്റർ നിങ്ങൾ LLP ആയിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ ഇത്രത്തോളം കംപ്ലയൻസസ് ഇല്ല. സോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് എല്ലാവരും തന്നെ കംപ്ലയൻസസിൻ്റെ കാര്യത്തിൽ കൃത്യതയോടുകൂടെ കൊണ്ടുപോവുക. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ മറ്റെന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.